സിനിമയുടെ പേരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തു. ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും സാപ്പ് മീഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സിനിമയിൽ ഗർ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസ് ചെയ്തു. ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട്, അനഘ, സുധീർ രാമചന്ദ്രൻ, ശോഭി തിലകന്, പിന്നെ മഞ്ജു പിള്ള, രാജേഷ് മാധവൻ, കൂടാതെ പിന്നെ ധനേഷ് ആനന്ദ് ഉണ്ട്. എൻ്റെ ഒരു നെയ്ബറാണ് ധനേഷ് ആനന്ദ്. അപ്പം പിന്നെ കൂടാതെ മോജോ എന്ന് പേരുള്ള ഒരു സിംഹവും. ഇതാണ് ഈ ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ, മെയിനായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. വേറെ ഒരുപാട് പേരുണ്ട് സിനിമയിൽ എന്നുള്ളതാണ്. അപ്പോൾ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് JK ആണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമ രാവിലെ 10 മണിൻ്റെ ഷോയാണ് കേട്ടോ ഞാൻ പോയിരുന്നത്. പക്ഷേ 10 മണിക്ക് ലൈസൻസ് വന്നില്ല. പിന്നെ 11:20 സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ. 11:20 കണ്ടു. ഇപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി ചെയ്യാൻ റിവ്യൂ. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒന്നുമില്ല, പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ നായകന് ധീരത തെളിയിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുള്ള കാഴ്ച ബംഗ്ലാവിലെ ദർശൻ എന്ന് പേരുള്ള സിംഹത്തിൻ്റെ മടയിലേക്ക് ചാടുകയാണ് ധീരത തെളിയിക്കാൻ. അതിന് പിന്നിലുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തുകൊണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സിനിമയിൽ പറയുന്നുണ്ട്. ഇതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ബാക്ക് സ്റ്റോറി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഗർ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ കുഞ്ചാക്കോ ബോബനാണ് സിനിമയിൽ പിന്നെ ഇതിലേക്ക് സിംഹത്തിൻ്റെ മടയിലേക്ക് ചാടുന്ന ആളായിട്ട് പിന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബനാണ് നായകനായിട്ട് വരുന്നത്. രക്ഷിക്കാൻ പോകുന്ന ആളാണ് സുരാജ് വെഞ്ഞാറമൂട്, അവിടുത്തെ സെക്യൂരിറ്റി ആയിരിക്കും. അപ്പം ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു കോമഡി മൂവിയാണ്. 2 മണിക്കൂറേ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. നല്ലൊരു കോമഡി മൂവിയാണ്. ഫസ്റ്റ് മുതൽ അവസാനം വരെ നമുക്ക് ചിരിക്കാനുള്ള വകകൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. പൊട്ടിച്ചിരിക്കാനുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ട്. അതുകൂടെ വലിയ ലാഗോ 2 മണിക്കൂറേ ഉള്ളൂ സിനിമ. വലിയ ലാഗോ കാര്യങ്ങളൊന്നും എവിടെ എനിക്ക് അനുഭവപ്പെട്ടില്ല. മ്യൂസിക് കൊള്ളാമായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി രംഗത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പാട്ട് രസമുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്തുള്ള പാട്ടുണ്ട്, ഒരു ഷൂപ്പർ ആടാന്ന് പറഞ്ഞൊരു പാട്ട്. അത് വലിയൊരു ലൈക്കായിട്ടില്ല. ചിലപ്പം കേട്ട് ചിലപ്പോൾ ലൈക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് വലിയ ലാഗൊന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളത്. പിന്നെ ദർശൻ എന്ന് പേരുള്ള നമ്മുടെ സിംഹത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സിംഹത്തിന് സിംഹത്തിന്റെ കുറച്ചുകൂടി രംഗങ്ങൾ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നി. പിന്നെ സിംഹത്തിന്റെ ആ ഒരു VFX കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് മുഴച്ച് നിൽക്കുന്നുണ്ട് സിനിമയിൽ. ആ ഒരു ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ VFX കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താമായിരുന്നു തോന്നുന്നു. VFX എന്ന് പറയുമ്പോൾ ശരിക്കുള്ള സിംഹം തന്നെയാണ്. അത് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ശരിക്കുള്ള സിംഹം തന്നെയാണ്. പക്ഷേ അത് വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് പ്ലേസ് ചെയ്തതാണല്ലോ. അപ്പോൾ അത് അത്യാവശ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ക്ലൈമാക്സ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് പറയാം. എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. എനിക്ക് ക്ലൈമാക്സ് അത്രയും അങ്ങോട്ട് ദഹിച്ചില്ല. പിന്നെ ഒന്നുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു തോന്നി. എന്തായാലും സിനിമ കഥ തുടങ്ങി എവിടെയും കൊണ്ട് അവസാനിപ്പിക്കേണ്ടതെന്നുള്ളതിൽ നിർത്തിയതുപോലെ തോന്നി. പക്ഷെ സംഭവം ശരിയാണ്, അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഞാനും ആലോചിച്ച് നോക്കി, സിനിമ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഞാനും ആലോചിച്ച് നോക്കി അതിൻ്റെ വേറെ ഏതെങ്കിലും രീതിയിൽ സിനിമ അവസാനിപ്പിക്കാമായിരുന്നു എന്നുള്ളത്. കുറച്ചുകൂടി രസകരമായിട്ട് അവസാനിപ്പിക്കായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. ഏവറേജ് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു എബോ ഓവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. എന്തായാലും എന്നിലെ പ്രേക്ഷകരെ രസിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മുതൽ അവസാനം വരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. മഞ്ജു പിള്ളയൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു സീനുണ്ട്, കിളി പോയിട്ടുള്ളൊരു സീനുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിലെ മറ്റുള്ള ആൾക്കാരൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചിരിച്ചു കേട്ടോ. പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായാലും ഒരു പിന്നെ എബോ ഓവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് എൻ്റർടൈൻ ചെയ്ത് പോകാൻ പറ്റിയൊരു സിനിമ. അത്രയാണ് 2 മണിക്കൂറുള്ള സിനിമയുടെ ദൈർഘ്യം തന്നെ. അതിന് വലിയൊരു പിന്നെ എന്താ പറയുക പോസിറ്റീവാണ്. പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടു നോക്കുക. ഫാമിലി ആയിട്ട് പോയി കുട്ടികളെയും പോയി കാണാൻ പറ്റിയ സിനിമയാണ് കേട്ടോ. കുട്ടികളെ കൊണ്ടുപോയി ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. സിനിമ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല നിങ്ങൾക്കൊന്നും. എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണുന്നവർക്കൊന്നും ഇഷ്ടപ്പെടാതിരിക്കില്ല. പെർഫോമൻസുകളൊക്കെ എല്ലാവരും ഓക്കെ ആയിരുന്നു, ആരും മോശമാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ധനേഷ് ആനന്ദ് എൻ്റെ നെയ്ബറാണ്.
എന്നെ ചിലപ്പോൾ പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പരിചയമില്ലാണ്ടിരിക്കില്ല. അപ്പോൾ ധനേഷ് ആനന്ദ് കുഴപ്പമില്ലാത്ത റോള് ചെയ്തിട്ടുണ്ട്. നായികയുടെ ബ്രദറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആളെ നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റേ ലില്ലി എന്നുള്ള പേര് ആ സിനിമയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് സിനിമ എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ആ ഫോറൻസിക്കിൽ ഒരു സീനിൽ ഒരു ഫൈറ്റ് സീനിൽ പിന്നെ ടോവിനായിട്ടുള്ള ഒരു ഫൈറ്റ് സീനിൽ അതുണ്ട്. അപ്പോൾ എല്ലാവരും റോളുകളൊക്കെ എല്ലാവരും പെർഫോമൻസുകളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക, തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം വേറൊരു കാര്യം കൂടി പറയാം. പോപ്കോണൊക്കെ എന്തൊരു പൈസയാണ് മോനെ, 320 രൂപ. നോർമൽ പോപ്കോണിന് 320 രൂപ, സ്മോൾ 320 രൂപ. ഞെട്ടിപ്പോയി. സാധാരണ തിയേറ്ററിൽ പോകുമ്പോൾ ഒന്നും കഴിക്കാറൊന്നുമില്ല, തിയേറ്ററിൽ നിന്ന് വാങ്ങി കഴിക്കാറൊന്നുമില്ല. ജസ്റ്റ് ഒരു കുപ്പി വെള്ളം വാങ്ങുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാറുള്ളത്. ഇതൊരു മാളിലായിരുന്നു പോയത്, അതുകൊണ്ടായിരിക്കും 320 രൂപ. ഞാൻ ഒന്നും കഴിച്ചില്ല, വാങ്ങിയില്ല. അപ്പോൾ ടിക്കറ്റിന് 220 ഉള്ളൂ, പോപ്കോണിന് 320 രൂപ. ഞെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.